ഒരിക്കലെങ്കിലും തലവേദന അനുഭവപ്പെടാത്തവർ നമ്മൾക്കിടയിൽ വളരെ വിരളമായിരിക്കും. ചിലർക്ക് അടിക്കടി തലവേദന അനുഭവപ്പെടുന്നു. ഇത് സാധാരണ തലവേദനയാണോ, മൈഗ്രെയിൻ മൂലമുള്ള തലവേദനയാണോ? എങ്ങനെ തിരിച്ചറിയാം? നമസ്കാരം, ഞാൻ ഡോക്ടർ ആരതി, റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ, ആയുർബധാനി ആയുർവേദ ഹോസ്പിറ്റൽ. മൈഗ്രെയിൻ തലവേദന ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങൾ, അതായത് സമ്മർദ്ദം, തെറ്റായ ഉറക്ക ഷെഡ്യൂളുകൾ, അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനം, കഫീൻ, മദ്യപാനം, ചീസ്, പാലുൽപ്പന്നങ്ങളുടെ അമിതമായ ഉപയോഗം, ശക്തമായ സുഗന്ധം എന്നിവയെല്ലാം മൈഗ്രെയിൻ ഉണ്ടാവാൻ കാരണമാകുന്നു. സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആർത്തവം, ഗർഭാധാരണം, ആർത്തവവിരാമം തുടങ്ങിയ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഹോർമോണുകളുടെ വളരെ വലിയ രീതിയിലുള്ള വ്യതിയാനം ഇവ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാനുള്ള ഒരു കാരണമാണ്. മേൽ പറഞ്ഞ കാരണങ്ങൾ മൂലം ശരീരത്തിൽ ആമാവസ്ഥ ഉണ്ടാകുന്നു. ആമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തെറ്റായ മെറ്റബോളിസിലേക്ക് നയിക്കാനിടയുള്ള ടോക്സിൻസ്. അങ്ങനെ ഒരു ആമം ഉണ്ടാവുകയും അത് വാതകഫദോഷങ്ങളെ വർദ്ധിപ്പിക്കുകയും ശിരസിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ശിരസിന്റെ ഒരു സൈഡിൽ മാത്രമുള്ള ചെവി, കഴുത്ത്, കണ്ണ്, പുരികം എന്നീ ഭാഗങ്ങളിൽ ഒരു പൾസേറ്റിംഗ് ടൈപ്പ് അല്ലെങ്കിൽ ഒരു ത്രോബിംഗ് തരത്തിലുള്ള വേദന അനുഭവപ്പെടുകയും അതോടുകൂടി അമിതമായ ശബ്ദത്തോടും അമിതമായ പ്രകാശത്തോടുമുള്ള സംവേദനാക്ഷമത തുടങ്ങിയവ ഇതിൻ്റെ കൂടെ കണ്ടുവരുന്നു. ഇതിൻ്റെ ചികിത്സാ രീതി എടുക്കുകയാണെങ്കിൽ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. അതായത് 1, നിദാന പരിവർജനം. മേൽപ്പറഞ്ഞ മൈഗ്രെയിൻ ഉണ്ടാകാനിടയുള്ള കാരണങ്ങളെ ഒഴിവാക്കുക എന്നതാണ്. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ഇന്റേണൽ മെഡിക്കേഷൻസും പഞ്ചകർമ്മയും വരുന്നു. ഇന്റേണലി മരുന്നുകൾ നൽകി കോസേറ്റീവ് ഫാക്ടേഴ്സിനെ റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ പഞ്ചകർമ്മത്തിൽ വളരെ ഫലപ്രദമായി നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്തു വരുന്ന ഒരു പഞ്ചകർമ്മ തെറാപ്പിയാണ് നസ്യം എന്ന് പറയുന്നത്. നസ്യത്തിൽ ഊർജ്ജത്രുകതമായ രോഗങ്ങൾക്ക്, അതായത് ശിരസിന്റെ കഴുത്തിന് മുകളിലേക്കുള്ള അടിസ്ഥാനപ്പെട്ട രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒരു പഞ്ചകർമ്മ തെറാപ്പിയാണ്. ദ്രാവക രൂപത്തിലുള്ള മരുന്നുകളും എണ്ണകളും മൂക്കിനുള്ളിലൂടെ കടത്തിവിടുന്ന ഒരു പ്രക്രിയയാണ് നസ്യം. മൂക്ക് ശിരസിലേക്കുള്ള പ്രധാന കവാടമായതിനാൽ ഇത് സ്ഥിരമായി ചെയ്യുന്നത് മൂലം തലച്ചോറുമായി ബന്ധപ്പെട്ട എല്ലാ തകരാറുകൾക്കും വളരെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. നസ്യകർമ്മത്തിലൂടെ മരുന്ന് ചാലിലൂടെ ശിരസിന്റെ ഏറ്റവും പ്രധാന മർമ്മമായ ശൃംഖാടക മർമ്മത്തിലെത്തുകയും ശിരസിൽ മുഴുവനായും തൊണ്ട, ചെവി, കണ്ണ് എന്നിവയുമായി ബന്ധപ്പെട്ട ചാനലുകൾ സ്ഥിതി ചെയ്യുന്ന ജംഗ്ഷനിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ അനുകൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. നസ്യത്തിൽ നാഡീവ്യൂഹത്തിന്റെ ഉത്തേജനം മൈഗ്രെയിൻ എന്ന രോഗാവസ്ഥയെ നീക്കം ചെയ്യുന്നു.